അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, 4-ാം തലമുറയായി യോസെഫിൻ്റെ 4-മത്തെ സഹോദരനായി വന്നത് സ്തോത്രം യഹൂദയാണ്. മൂത്തവൻ്റെ പേര് നിങ്ങൾക്കറിയാം, സ്തോത്രം രൂബേൻ. ശിമിയോൻ 3-മത്തവൻ ലേവി, 4-മത്തവൻ യഹൂദ. യഹൂദ ഒരിക്കലും നല്ലവനല്ല. സഹോദരന്മാരെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് യഹൂദ. യോസെഫിൻ്റെ കേസിൽ യഹൂദ ചെയ്തത് യോസെഫിനെ അന്യദേശത്തേക്ക് വിൽക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്തത് യഹൂദയായിരുന്നു. പപ്പ ഒന്ന് നോക്കണേ, ഇതാരുടെയെന്നൊന്ന് നോക്കണേ, ഇതാരുടെയെന്ന് നോക്കണേ എന്ന് പറഞ്ഞ് ആ ഒരു ഡയറക്റ്റ് മെസ്സേജ് കൊടുക്കാതെ വളച്ചു കെട്ടി സംസാരിക്കാൻ മിടുക്കരാരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, നീ വിതയ്ക്കുന്നത് കൊയ്യും. കാരണം എൻ്റെ കർത്താവ് വളച്ചു കെട്ടി സംസാരിക്കത്തില്ല. നേരെ പോ. അവൻ മൃഗത്തെ കാണുമ്പോൾ പല്ലും, പക്ഷിയെ കാണുമ്പോൾ ചിറകുമല്ല. സ്തോത്രം. അവന് മുഖം മൂടി ഭയങ്കര കറുവ. എൻ്റെ കർത്താവിന് മുഖം മൂടി ഭയങ്കര കറുവ. അതുകൊണ്ടാണ് പരീശന്മാർക്ക് ഇട്ട് കർത്താവ് കൊടുത്തത്. കാരണം അവന് വെളിയിൽ ഭക്തിയുള്ളൂ, അകത്ത കുഞ്ഞാമ കുശുമ്പ് കുതികാൽ വെട്ട് കുറ്റം പറച്ച് സഹോദരനെ വിറ്റു എന്ന് മാത്രമല്ല വളച്ചു കെട്ടി പറഞ്ഞു, പാപ്പ ഒന്ന് നോക്കിക്കൊള്ളണേ, ഈ കോട്ട് ആരെയെന്ന് നോക്കണേ. പാവം നരച്ച തലയുള്ള മുഖത്ത് ചുളി വീണ യാക്കോബ് ആ കോട്ടിനെ എടുത്തു വെച്ച് നോക്കുമ്പോൾ, അയ്യോ എനിക്കറിയാം, ഞാനല്ലയോ എൻ്റെ ചെറുക്കൻ ഇത് കൊടുത്തത്. അപ്പം ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. പിതാക്കന്മാരെ കരയിപ്പിച്ചിട്ടുള്ള ആരോ എന്നെ കേൾക്കുന്നു. അമ്മയെ കരയിപ്പിച്ചിട്ട് ആരോ വന്നിട്ടുണ്ട്. അപ്പനെ കരയിപ്പിച്ചിട്ടുള്ള ആരോ എന്നെ കേൾക്കുന്നു. നല്ലതാകണമെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. ഈ പുസ്തകത്തിൻ്റെ നന്മയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ കൊഴുക്കട്ട തൊണ്ടയിൽ കുരുങ്ങിയതുപോലെ ഇരുന്നിട്ട് കാര്യമില്ല. നീ കെട്ടിയ കെട്ട് നീ അഴിച്ചേ പറ്റത്തുള്ളൂ.